എപ്പൊ കൂർക്ക നട്ടാലും ഞങ്ങള് തമ്മിലൊരു വഴക്ക് നടക്കും. മനസ്സിലായി. ഒളിഞ്ഞ് പാളിസാവാണ് പതിവ്. അസാധ്യമായി ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ നമസ്കാരം. സമയം കാലത്ത് എത്രയായി? 7:10. ഞങ്ങൾ പറമ്പിലേക്ക് വന്ന് പോകണത് തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നാൾ മുമ്പ് കൂർക്കയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. കൂർക്ക ഇതാണ് നമ്മുടെ കൂർക്ക, കണ്ടില്ലേ? അപ്പോൾ ഇന്നലെ ഇതിന് വളരാറായി, കണ്ട ഉയരായി വളായി മണ്ണിടാറായി. അനിലേട്ടനൊക്കെ മണ്ണിട്ട് കഴിഞ്ഞു. പിന്നെ അടുത്ത കൂർക്കൾ നട്ട് കഴിഞ്ഞു. ഇതേണ്ട നമ്മൾ ഇതിപ്പോൾ മിനിഞ്ഞാന്ന് ഞാൻ നട്ടതാണ്, കണ്ട ഇതൊക്കെ നട്ടത്. ഇത്തവണ ഞാൻ ചെറിയേട്ടൻ്റെ അവിടെ നിന്നാണോ? അല്ലല്ല, ഇതാ അനിലേട്ടൻ്റെ അവിടെ നിന്നാണ്. ഈ കണ്ട ഇതൊക്കെ നോക്കിയേ. അപ്പോൾ എന്തുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ കൂർക്കയിൽ ഇത്തവണ സ്വയം പര്യാപ്തത കൈവരിക്കണം എന്നുള്ള ആശയിലാണ് നമ്മൾ. എനിക്ക് എല്ലാ കൊല്ലം കൂർക്കാൻ ഞങ്ങളുടെ ഒളിഞ്ഞ് പാളിസാവാണ് പതിവ്. കൂർക്ക മാത്രമല്ല ഒരുവിധമല്ല അതും. അല്ല, കൂർക്കൽ മൊത്തത്തിൽ ഇപ്പോൾ കൂർക്ക നമ്മുടെ ഒരു വികാരമാണല്ലോ. തൃശ്ശൂർക്കാരുടെ ഒരു മെയിൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് തൃശ്ശൂർക്കാർക്ക്. കൂർക്കക്കാലായി കഴിഞ്ഞ ഒരുവിധം എല്ലാവരുടെ വീട്ടിലും കൂർക്കുപ്പേരി, പോർക്കും കൂർക്കയും അല്ലേ, പോത്തും കൂർക്കയും അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ കൂർക്കയും ചാളയും. വായിൽ വെള്ളമൂറും. അപ്പം അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നമുക്കുണ്ടാവും. സാധാരണ ഈ വരവൂര് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൂർക്ക കൃഷി ചെയ്യുന്ന സ്ഥലമാണ് വരവൂര്, ദേശമംഗലം വരവൂര്, തൃശ്ശൂർ. മറ്റേ ഭൂകമ്പമൊക്കെ ഉണ്ടാവണില്ലേ, ആ ഏരിയയാണ്. വരവൂർ കൂർക്കയ്ക്കാണ് ഏറ്റവും ഡിമാൻഡ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭൂകമ്പം ഉണ്ടാവുന്ന സ്ഥലത്തുണ്ടാവണ കൂർക്കയ്ക്ക് ടേസ്റ്റ് കൂടും. അതല്ല, അവിടെയാണ് കൂർക്ക കൃഷി. അവിടെ ഈ പാടത്തെ ഈ നെൽക്കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാടം മുഴുവൻ കൂർക്ക കൃഷിയിലേക്ക് പോകും. മനസ്സിലായ? നമ്മൾ ഒരു വെട്ടുകാട് ഒരു സ്ഥലം വാങ്ങിച്ചിട്ടില്ലേ ചെറുത്, ആ സ്ഥലം വാങ്ങിച്ചാൽ അവർ കൃഷി ചെയ്യണത് 2-3 ഏക്കറിൽ അവർ കൃഷി ചെയ്യും. ഓരോ കൊല്ലം 2-3 ഏക്കറിൽ കൃഷി ചെയ്യും. അവരെ കൃഷി ജനുവരിയിലാണ് ചിലർ ജനുവരിയിലാണ് കൃഷി ചെയ്യുക. നമ്മൾ ചെയ്യുന്ന കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജൂൺ മാസം ആകുമ്പോഴേക്കും നമ്മൾ മെയ് മാസത്തിലാണ് നമ്മൾ ഇതിൻ്റെ വിത്ത് പാവിയിട്ട് തല വളർത്തി തുടങ്ങും. ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ തലയില്ലേ ഇതിങ്ങനെ നീണ്ടലായിട്ട് ഇങ്ങോട്ട് പോകും. ചിലപ്പോൾ 2-3 മീറ്റർ നീളം പോകും. അപ്പോൾ നമ്മൾ വിചാരിക്കണം ഇതിലേക്ക് അടയ്ക്ക ഒരു മണി പോലും ഉണ്ടാവില്ല എന്ന്. ഇത്തവണ നമ്മൾ ആ പ്രതീക്ഷകളൊക്കെ മാറ്റി കളയാണ് കേട്ടോ. നോക്കട്ടെ. അല്ല, നമ്മളെല്ലാ വട്ടം ചെയ്യുമ്പോൾ എന്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വളം ചേട്ടൻ വെക്കാറില്ല. ഇതിന് ഇങ്ങനെ ഒന്ന് പിടിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിന് കപ്പലണ്ടി പിണ്ണാക്കും വെണ്ണൂറും ഒക്കെ ഇട്ടിട്ട് മണ്ണിടണല്ലോ, അത് ചെയ്യാറില്ല. എന്നിട്ട് പിന്നെ കടക്കൊന്നുമില്ല എന്നിട്ട് വിലപിച്ചിട്ടൊരു കാര്യമില്ല. അപ്പൊ അതിന് ഇപ്രാവശ്യം നേരത്തോടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നീളത്തിൽ പോണത് ഇവിടെയുള്ള വളത്തിന്റെ ഇതില് നീളത്തിൽ മാത്രം. ശരിയാ, ചെയ്യേണ്ട സമയത്തല്ല ചെയ്യാറ്. അപ്പൊ നമ്മള് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. ഇതാണ് കപ്പലണ്ടി പിണ്ണാക്ക് മിക്സിയിൽ പൊടിച്ചിട്ടുണ്ട് കപ്പലണ്ടി പിണ്ണാക്ക്. പിന്നെ വെണ്ണൂറ്, പിന്നെ വേപ്പും പിണ്ണാക്ക് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. വേപ്പും പിണ്ണാക്ക് നമ്മൾ സാധാരണ ഇടാറില്ല. കപ്പലണ്ടി പിണ്ണാക്കും വെണ്ണൂറ് മാത്രമാണ് ഇടാറ്. വേപ്പും പിണ്ണാക്ക് ഇടുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിലേ ഈ മറ്റേ നിമ്മവീരി ഒന്നും വരില്ല എന്ന് പറഞ്ഞു. നിമ്മവീര കൂർക്കയ്ക്ക് നിമ്മവീരല്ലേ ഉള്ളിയോടെ മറ്റേ ഈ അതായത് എന്താണെന്നറിയോ, ജയിലൊക്കെ ചാടുമ്പോ ജയിൽ ചാടല്ല, ജയിലിന്റെ തുരങ്കുണ്ടാക്കി പോയില്ലേ, എന്നിട്ട് പുറത്തേക്ക് കടലിന്റെ അവിടേക്കൊക്കെ വലിയത്. അതേപോലെയാണ് ഈ കൂർക്കയുടെ മണിയുടെ ഉള്ളിൽ ഒരു വിരി ഉണ്ടാവും. അത് അതിൻ്റെ ഉള്ളിയോടെ ഒരു ഓട്ട തുരങ്കുണ്ടാക്കി ഇങ്ങനെ പോകും. അതാണ്. അപ്പൊ ആ വിരി ഉണ്ടാവില്ല എന്ന് പറയണോ, നമുക്ക് അറിയില്ലേ, നമുക്ക് വെച്ച് നോക്കാം. ഈ കൂർക്കയ്ക്ക് കണ്ട വേപ്പും പിണ്ണാക്ക് കണ്ട വേപ്പിന്റെ ഇല കൊണ്ട അല്ല കുരുവിന്റെ പിണ്ണാക്കാണ്. പിണ്ണാക്ക എൻ്റെ അടുത്ത് എങ്ങനെയാവാ. ആദ്യം ഇങ്ങനെയല്ല, ഇതിപ്പോൾ പൊടിച്ചിട്ടല്ലേ കിട്ടിയത്. ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അവിടെ പീടികളിലുണ്ട്, പീടികളിൽ ഇങ്ങനെ ചാക്കിൽ അങ്ങോട്ട് നിറച്ചാണ്ടിടും. അതിങ്ങനെയല്ല,
ഈ വേപ്പിന്റെ കുരും ഇതൊക്കെ കൂടി ഇടിച്ച് ചതച്ച പോലെ ആയിരിക്കും. ഇപ്പൊ ഇങ്ങനെ പൊടി മിക്സ് ഇതായി. അപ്പൊ ഇതില് എനിക്ക് തോന്നുന്നു ഇതില് അപ്പൊ മായം കൂടുതൽ ചേർക്കാൻ പറ്റും തോന്നുന്നു. ഇത് മായം ഉണ്ടോന്ന് അറിയില്ലടാ. പിന്നെ നമ്മൾ വെണ്ണൂറും ഈ കപ്പലണ്ടി പിണ്ണാക്കാണ് മെയിനായിട്ട് ചേർക്കാറ്. അല്ലാണ്ട് കൊള്ളില്ലല്ലോ. അത് തന്നെയാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. എന്തുട്ട് അത്ഭുതം? അല്ല ഇതിൽ കൊള്ളില്ലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അല്ലേ? അറിയില്ലായിരുന്നു പാവം. ഞാനേ ഒരു ചാക്ക് എടുത്തിട്ട് വരാം. ഇവിടുന്ന് അവിടെ ഒരു ചാക്കുണ്ട്. ചാക്ക് കാണാനില്ല, ഇതിലിട്ട് കലക്കാം. ഇത് ഞങ്ങളുടെ ഈ ബക്കറ്റിന്റെ ചരിത്രം സരിതിക്ക് പറയാൻ പറ്റുമോ? ബക്കറ്റല്ല, ഈ തൊട്ടീര. ഇത് ഞങ്ങൾ വീട് പെയിൻ്റ് അടിച്ച് മാറ്റിയപ്പോൾ ഞങ്ങൾ കുളിമുറിയിലേക്ക് വാങ്ങിച്ച തൊട്ടിയാണ്. ഇപ്പോൾ ഇത് ഓട്ടോ വന്നു, കണ്ടോ, ഒരു ഓട്ടോ വന്നപ്പോൾ പിന്നെ ഉപേക്ഷിച്ചു. ഇവിടെ കുറേ നാൾ ഇവിടെ നമ്മുടെ ഇതായിരുന്നു. നമ്മൾ വീട് മാറിപ്പോള്ളതല്ലേ? മാറിപ്പോള്ളതാ 2008. അതെ, 2008 ചെയ്ത്. എനിക്ക് ഓർമ്മയില്ല. അതാ ഈ സാധനല്ലേ, ഈ ബക്കറ്റിലല്ലേ? റിനോവേഷൻ ചെയ്തതിന് ശേഷം ബക്കറ്റും സാധനങ്ങളൊക്കെ മാറ്റി. അതെ, കുറേ കൊല്ലം ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഇതില് കുറേ നാള് നമ്മുടെ ഇതിട്ട് തുടങ്ങാൻ എന്നിട്ട് പറയാ കുമ്മായ ഇട്ടിട്ട് ഇരിക്കുന്നു. ഇപ്പൊ പൊളിഞ്ഞത് വെയിൽ കൊണ്ടിട്ടേ. ഒന്നുകിൽ വല്ല വടി കൊണ്ടാക്കാം, അല്ലെങ്കിൽ കൈ വല്ല ഗ്ലൗസ് ഇടണം പറഞ്ഞ പോലെ ചേട്ടാ. ഒരു സാധനങ്ങളൊക്കെ ചെയ്യുമ്പോ നിക്ക് ഈ സാധനം നമുക്ക് അറിയാലോ. അമേരിക്കയിൽ നിന്ന് ഒരാള്, ആളെ പേരൊന്നും അറിയില്ല, ആള് തന്നിട്ടുള്ള സാധനമാണ്. സന്തോഷ് വർമ്മ തന്നിട്ടുള്ളതാണ്. ഇത് മിക്സ് ചെയ്യാൻ പറ്റിയ സാധനമാണ് കേട്ടോ. കുറെ സാധനങ്ങൾ ഞാനിത് കണ്ടമാനം ഉപയോഗിക്കുന്നതാ ഇതിന്. ഇപ്പൊ ഈ സാധനങ്ങൾ പണ്ട് നമ്മുടെ വീടിന്റെ അവിടെ വലിയാണ്ട് വീടിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് കൂർക്കുന്നിടും. കണ്ടമാനം കൂർക്കുന്നിടും. ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ വലിയൻ്റെ കല്യാണത്തിനൊക്കെ കാണാം. വലിയൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോയിൽ കാണാം നിറച്ച് കൂർക്ക നടക്കുന്നത് മായം. അപ്പോൾ നമ്മൾ കൂർക്ക നട്ട് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വരുന്ന തലകളുണ്ട്. ആ തലകൾ നമ്മുടെ ഇവിടുത്തെ ജാനീശ്വരിച്ചി, പിന്നെ ശീലാവതി ചേച്ചി, ഇവരൊക്കെ വന്നിട്ട് ആ ബാക്കിയുള്ള തലകൾ നുള്ളിയിട്ട് നമ്മുടെ സ്ഥലത്ത് തന്നെ കൃഷി ചെയ്യുക. അവർക്ക് സ്ഥലമില്ല, അവർക്ക് കുറച്ച് സ്ഥലമുള്ള. അപ്പോൾ അവർക്ക് അവിടെ കൃഷി ചെയ്ത് ശരിയാവില്ല. അപ്പോൾ അവർ പിന്നെ അവർ ചെയ്യുന്നത് ആ തെക്കേ പാടം എന്ന് പറയും. തെക്കേ പാടം ഒരു വലിയ പാടുണ്ട്. ആ പാടത്ത് പോയിട്ട് പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യും. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് തല നുള്ളിയിട്ട് നമ്മുടെ അവിടെ ഇങ്ങനെ കൃഷി ചെയ്യും. അപ്പോൾ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും അവർക്ക്. പക്ഷെ നമ്മുടെ അത്രയ്ക്ക് വളർച്ചയുണ്ട്, കാരണം നമ്മുടെ തല ആദ്യത്തെ തലയാണ്. ഇവർ പിന്നെ ബാക്കിയുള്ള തല കൊണ്ട് നുള്ളിയിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ എന്നാലും ഉണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവും. എന്നിട്ട് ഈ ഡിസംബർ ഒക്ടോബർ മാസത്തിൽ കൂർക്ക പറിക്കും. അപ്പോൾ നമ്മളും കൂർക്ക പറിക്കും, അവരും കൂർക്ക പറിക്കും. കൂർക്ക പറിച്ചിട്ട് നമ്മുടെ മുറ്റത്ത് പണ്ട് പഴയ മുറ്റം അവിടെ ഇങ്ങനെ കൂമ്പാരം കൂട്ടിയിടും. ആദ്യം കൂമ്പാരം കൂട്ടിയിടും, എന്നിട്ട് പിന്നെ ഒരു പങ്ക് വയ്ക്കലുണ്ട്. അവരെ പറിച്ച് പങ്കുവയ്ക്കും. നമ്മുടെ കൂർക്ക അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പങ്ക് വയ്ക്കും. അതിങ്ങനെ ഈ നമ്മുടെ പിരമിഡ് പോലെ ഇങ്ങനെ കൂമ്പാരം കൂട്ടിയിട്ടുണ്ടാവും. 3 പങ്ക് വെച്ചിട്ട് 2 പങ്ക് അവർക്കും 1 പങ്ക് നമുക്കാണ്. കൃഷി ചെയ്യുന്നതിന്റെ പാട്ടക്കൂലി അങ്ങനെയായിരുന്നു. എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. അപ്പൊ നമുക്കത് തരും. അപ്പൊ ലാസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട്, അതായത് നമുക്ക് അവർ 2 പങ്കില്ലേ, എന്നിട്ട് നമുക്കുള്ള പങ്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കില്ലേ. അപ്പൊ അമ്മ നമ്മുടെ പങ്കിൽ നിന്ന് കുറച്ചും കൂടി അവർക്ക് കാരണം നമുക്ക് ഇഷ്ടം പോലെ കൂർക്കിണ്ടല്ലോ. അതൊക്കെ ഒരു ഓർമ്മ, ഒരു ഭയങ്കര രസമുള്ള ഒരു കാലാണ് കേട്ടാ. നമ്മൾ എന്നിട്ട് ഈ കൃഷി ചെയ്തിട്ട് ഇത്ര ചെയ്തിട്ട് കൊടുക്കില്ലല്ലോ. ഇവിടെ തന്നെ തിന്നാനായിട്ട് ഇഷ്ടം പോലെ, ഇവിടെ തന്നെ തിന്നാനായിട്ട് ഇഷ്ടം പോലെ പേരുണ്ടല്ലോ. ദൈവമേ, ഇത് അടിപൊളിയായിട്ടുണ്ടാവണേ കൂർക്ക ദൈവങ്ങളെ. മിന്നിച്ചേക്കണം. ഒരു ചെരുപ്പ് താന്നു പോണു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയ്ക്ക് ഭംഗിയായിട്ട് ഞാൻ ചെയ്യുന്നത് കേട്ടാ. ഇത് ഞാൻ ഗൗരവമായിട്ട് എടുത്തിരിക്കുന്നു. എപ്പോ കൂർക്ക നട്ടാലും ഞങ്ങൾ തമ്മിലൊരു വഴക്ക് നടക്കും. എപ്പോഴും അതെ. നമ്മൾ വീട് താമസമായ സമയത്ത് ചേട്ടൻ ബാക്കിൽ കൂർക്ക നട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്തും അതെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തടം കോരിയിട്ട് ഇങ്ങനെ തലകള് നടും, പിന്നെ ഇതിന് വളം വെക്കേണ്ട സമയത്ത് ചെയ്യില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോൾ അവരൊക്കെ വളം വെക്കുന്നത് കാണുമ്പോഴാണ് ഞാൻ പറയുന്നത് ചെയ്യാറായില്ല, ഈ സാധനം ഇടാറായില്ല, ഇത് കപ്പലണ്ടി പിണ്ണാക്ക് വാങ്ങിച്ചിട്ട് പോയോ ഇത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ഇത് ദേഷ്യം വരും.
എന്നിട്ട് പറഞ്ഞു പിന്നെ ഭയങ്കര വഴക്കം, ഒന്ന് നീ പോയി വാങ്ങിച്ചിട്ട് പാടി, നീ വെച്ചോടി, അത് ഇതൊക്കെ പറഞ്ഞു ലാസ്റ്റ് ചേട്ടനൊരു സമയവും കാലമൊക്കെ തെളിയണം. അപ്പോഴത്തേക്കും ഇതിന്റെ തലയൊക്കെ വളർന്ന് ഇങ്ങനെ കൊറേ ആയി ഉണ്ടാവും. പിന്നെ പോയിട്ട് വാങ്ങിച്ചിട്ട് വരും. കഴിഞ്ഞ പ്രാവശ്യവും ഉണ്ടായി വഴക്ക്. കഴിഞ്ഞ പ്രാവശ്യമല്ല, അവിടെ നട്ടില്ലേ, അതെന്നാ, അതാണ് അവസാനായിട്ട് വഴക്കുണ്ടായത്. നമ്മുടെ കൂടാരം നിക്കണോടത്ത് നട്ടത്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് തല്ലൂടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോൾ വളം വെച്ചതിന്റെ പിന്നാലെയാണ് പിന്നെ അവിടെ ഈ സാധനം വെക്കുക, എന്നിട്ടാ പുല്ല് വെക്കാന്നും ഒക്കെ തീരുമാനമായിരുന്നു. എന്നിട്ട് JCB കൊണ്ടുവന്നിട്ട് അതൊക്കെ മാന്തി അതൊക്കെ കളഞ്ഞു. അപ്പൊ വളം വെച്ചതിനൊന്നും കാര്യം ഉണ്ടായില്ല. ഇതിനിട്ടിട്ട് പറഞ്ഞു ഞാൻ പോട്ടാന്ന് വെച്ചാ എനിക്ക് പണിയുണ്ട് അടുക്കളയില്. 2 മിനിറ്റ് കൂടി കഴിഞ്ഞാ നീ പൊക്കോ. അതേ ജഗ്ഗു സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് എനിക്ക് ഫുഡും ഇതാക്കണം. ഇത്തവണ നമ്മള് സീരിയസ് ആയിട്ട് എടുത്തു. ഇത്തവണ നമ്മള് എല്ലാം സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടാ. കൂർക്കയ്ക്ക് മണ്ണിടുന്നത് നിങ്ങൾക്കറിയാലോ, വളരെ സിമ്പിളാണ്. അതെ, നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഈ സാധനം അറിയാവുന്ന ആളുകൾക്ക് സിമ്പിളാ, അല്ല കളയ്ക്കാനും മണ്ണിടാനൊക്കെ അറിയാവുന്നവർക്ക്. ഈ സാധനം വാങ്ങിക്കാനായിട്ടേ ഈ കപ്പലണ്ടി പിണ്ണാക്ക് ഇത് വാങ്ങിക്കാൻ പോവാൻ മടി പിടിച്ചിട്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നല്ല. അത് ഒന്നീ ചിലപ്പോൾ മറക്കും, അല്ലാണ്ട് ഇപ്പൊ നമ്മൾ മനഃപൂർവ്വം ചെയ്യണതല്ല. പക്ഷെ ഇത് വേണ്ടെന്ന് വെച്ചിട്ടല്ല. ചാണിടാൻ പാടില്ലേ, ചാണിട്ട് കഴിഞ്ഞില്ലേ ഇതിന് തല കണ്ടമാനം വരും. തല എന്ന് പറഞ്ഞാൽ ഇത് നീളം വെച്ച് പോവും, കടയ്ക്കൊരു ചുക്കുണ്ടാവില്ല. ഇനി ഇതിന് നല്ലൊരു വളച്ച് വരും കേട്ടാ. ഇങ്ങനെയാണ് നമ്മുടെ കൂർക്ക കൃഷി. ഇത് മറ്റേ കൃഷി ചെയ്യുന്നവര് ഇതിലെന്ത് ഇന്നിട്ടടാ ഈ സാധനം നല്ലല്ലോ ചേർക്ക ഈ മണ്ണിടുന്ന സമയത്ത്. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് പറിക്കണേന്റെ ഒരാഴ്ച മുന്നേ എന്തുട്ടാ യൂറിയേ അമോണിയേ എന്തിട്ടൊക്കെ സാധനങ്ങൾ ഇട്ടിട്ട് ജാതി വീർപ്പിച്ചിട്ട് അങ്ങോട്ട് അവർക്കുള്ളത് പറിക്കുന്നു. കൃഷി ചെയ്യുന്ന ആളുകൾക്കുള്ള തടങ്ങളൊക്കെ പറിച്ചതിന് ശേഷം ബാക്കി വിൽക്കാനുള്ളതില് അങ്ങനത്തെ എന്തിട്ടോ വളമിടും. അത് വളമിട്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ ഭയങ്കര 4 ഇരട്ടി വലിപ്പം വരുന്നു കൂർക്കയ്ക്ക്. ശരിയാണെന്ന് അറിയുന്നില്ല. നമ്മള് ഈ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പച്ചക്കറി അങ്ങനെ നമ്മള് കൃഷി സ്ഥലം സന്ദർശിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പച്ചക്കറി പൊട്ടിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവര് നമ്മളോട് തിന്നണ്ടെന്ന് പറയും. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ വിഷം ഉണ്ടാവും. അതേസമയം അവർക്കുള്ളത് അവര് ആദ്യം മാറ്റി വയ്ക്കുന്നൊക്കെ പറയുന്നുണ്ട്, അങ്ങനെ വിഷടിക്കാത്തതൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. നമ്മൾ ചാനലുകാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അവര്. അല്ല അങ്ങനെ അവര് വിഷം അടിക്കണതൊക്കെ വാർത്തകളിൽ വരാൻ തുടങ്ങിയതിന് ശേഷം ആളുകൾക്ക് അവനവന്റെ സ്ഥലത്തൊക്കെ ഓരോന്നൊക്കെ വിഷമില്ലാത്ത കഴിക്കാലോ വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങി കൂടുതൽ പേര് ഇല്ലേ ഇപ്പോഴൊക്കെയും ഉള്ള സ്ഥലത്ത് ടെറസിലും ഒക്കെ. ശരിയാ, ഞാൻ പോട്ടെ, എനിക്ക് പണികളുണ്ട്. 7:30 കഴിഞ്ഞു. ജഗ്ഗുവിന് സ്കൂളുണ്ട്. അതെ, ജഗ്ഗുവിന് ഭക്ഷണം വേറെ. ഇപ്പൊ 3 തരം ഫുഡാണ് ഉണ്ടാക്കണ്ടേ. എനിക്കുള്ളത് വേറെ, ചേട്ടനുള്ളത് വേറെ, അവനുള്ളത് വേറെ. എനിക്ക് കൊണ്ടുപോകാനുള്ളത് വേണം. എനിക്ക് കുക്കറിൽ കഞ്ഞി വയ്ക്കല വേണ്ടോ, മറ്റേ റെഡ് കഞ്ഞില് ബ്ലാക്ക് റൈസ് അത് വയ്ക്കല വേണ്ടോ. അതിലേക്ക് ഒരു ഉപ്പേരി കൂട്ടാനും വേണം. മറ്റേ ബീൻസിന്റെ ഞാൻ നന്നാക്കി വെച്ചിട്ടില്ല ഇന്നലെ. അത് പറയരുത്, അങ്ങനെ പറയരുത്. കണ്ട അതെ, ഞാനേ കുക്കറില് കഞ്ഞി വയ്ക്കുക വേണ്ട. ബീൻസ് മറ്റേ ഒരു നല്ല ഇതുള്ള ബീൻസ് ഉണ്ട്, അത് ഞാൻ ഇന്നലെ എനിക്കുള്ളത് വൈകുന്നേരം തന്നെ നന്നാക്കി. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നന്നാക്കി വെച്ചതിന്റെ അഹങ്കാരം. ഒരു അഹങ്കാരമില്ല, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇന്നലെയാണ് ആദ്യം ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇന്നലെ അത് വാങ്ങിച്ചു ബീൻസ് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന അപ്പനെ ബീൻസ് വാങ്ങിച്ച കാലം മറന്നു അല്ലേ. ബീൻസ് നമ്മള് വാങ്ങിക്കാറില്ലല്ലോ, കൊതിയായിട്ട് വാങ്ങിച്ചത്. അപ്പൊ അത് വാങ്ങിച്ചു കൊണ്ടുവന്ന അപ്പ തന്നെ ആള് അതിന്റെ പകുതി എടുത്തിട്ട് ഇത് എനിക്കുള്ളത് പറഞ്ഞിട്ട് ഒരു ലേശം കുറച്ചിടുന്ന് നന്നാക്കി വെച്ചു. ഇവരോട് വേണം ചോദിച്ചു, ഇവർക്ക് വേണ്ട. കാരണം ശരീരം മറ്റേ ഡയറ്റ് സാധനങ്ങളാണ് വെക്കുന്നത്, മറ്റേ സാധനം ഓട്സും കൂട്ടിച്ചേർത്തല്ലോ. അപ്പൊ അവൾക്ക് വേണ്ട. ജഗ്ഗുവിനാണെങ്കിൽ ഇഡ്ഡലിയും ചട്നിയും സാമ്പാറാണ്.
പിന്നെ തൊട്ട് അവർക്ക് എനിക്ക് കഞ്ഞിയാണ്. എനിക്ക് സാമ്പാറൊക്കെ ഉണ്ടാകാൻ പോട്ടെ. അപ്പൊ നമ്മള് ബീൻസ് കണ്ട, ഇത് ജാക്ക് ബീൻസ് ആണ്. ഇത് കണ്ട, ഞാൻ പോവാട്ടെ ചേട്ടാ. പൂട്ടു കണ്ട, ജാക്ക് ബീൻസ്. ആ ജാക്ക് ബീൻസ്. അപ്പൊ കൂട്ടാൻ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നാളോ. അപ്പൊ ഇത് പോയി. ഇനി നമ്മളിപ്പം മണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പം നല്ല മഴക്കാലമാണ്. ഈ മഴക്കാലത്ത് തന്നെ ഇതിൻ്റെ വളർച്ച കിട്ടണം. കൂർക്കയുടെ വളർച്ച ഈ മഴക്കാലത്ത് തന്നെ കിട്ടണം. എന്നാലേ കാര്യമല്ലോ. മഴ മാറിക്കഴിഞ്ഞിട്ട് ഈ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ നന്നായി നനച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ കൂർക്ക ഫസ്റ്റത്തെ തടം മണ്ണിട്ട് കഴിഞ്ഞു. എന്തിന് പെട്ടെന്ന് കഴിഞ്ഞാൽ ഇനി ഇവൻ ഗംഭീരമായിട്ട് ഉണ്ടാവണമെന്ന് കാണണം. നമ്മളെ ബാക്കിയുള്ള ഇത് എടുത്തു വയ്ക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അകത്ത് നനഞ്ഞ് പോവുകയെ. അപ്പോൾ അത് കൊണ്ടുപോകാം. പറയല്ല വെച്ച് കഴിഞ്ഞാൽ ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂർക്കില്ല, ഇത് ഇത്തിരി കൂടി ഉയർന്നു കഴിഞ്ഞിട്ട് നടാനിച്ചിട്ടാണ്. അല്ല, വളടാനിച്ചിട്ടാണ്. കണ്ട, ഇത് നിലത്തന്നെ ഇപ്പോൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ പണിയിലേക്ക് പോവാം. നമ്മൾ കൂർക്ക ഒരുപാട് അവിടെ നട്ട് കഴിഞ്ഞു. ഇനി ഇത് കണ്ട, അതിൻ്റെ തോളത്ത് കണ്ട വലിയൊരു കട്ടപ്പാരയാണ്. എളാങ്ക് എന്ന് പറയും. ഇവിടെ തൃശ്ശൂർ എളാങ്ക് എന്ന് പറയും. ഇതല്ലാണ്ട് എളാങ്ക് കേട്ടോ. ഇത് ഈ തടിയൊക്കെ കയറ്റാനായിട്ട് അവർ മറ്റേ മരപ്പണിക്കാരൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു എളാങ്ക് പോലെ ഭയങ്കര കന. അത് നമ്മുടെ കയ്യിലുണ്ട്, ഒരു ചെറുതുണ്ട്. ഈ സാധനം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ ഈ നേന്ത്രവാഴ കുഴിയെ കൂത്താനായിട്ടേ, നേന്ത്രവാഴ മറ്റേ ഊന്നൊക്കെ കൊടുക്കുമ്പോൾ കുഴി കൂത്തില്ലേ, അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പം ഞാനിത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഞാൻ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് ഒരെണ്ണം നട്ടുമല്ലോ. അപ്പം അതിന് കാല് വെക്കണം. കാലാണ് ഈ സാധനം കൊണ്ടു നടക്കണേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കാലാണുള്ളത്. കണ്ട, ഈ കാലുകൾ ഭയങ്കര കന, അത് ഒടുക്കത്തെ കന. അപ്പോൾ അത് 2-3 പേര് പിടിക്കുന്നത് അത് കുഴിയിൽ കുത്തണങ്ങിയ കുഴി. ഇപ്പോൾ 4 എണ്ണം കണ്ട, അത് ഇവിടെ ഒരു കുഴി കുത്തി ഞാൻ കണ്ട, അത്രയ്ക്ക് കുത്തി, അത്രയ്ക്ക് അവിടെ കുത്തി, അവിടെ കുത്തി, ഇവിടെ കുത്തി. ഇപ്പോൾ 4 കാല് ഇതിൻ്റെ കാല് വെച്ചിട്ട് പന്തലിടാൻ പരിപാടി. അപ്പോൾ ഈ കുഴിക്ക് പറ്റില്ല, ഈ കുഴിയിൽ നിൽക്കില്ല. ഇത് കുഴി തീണ്ടി താത്തണം. അപ്പം ഞാൻ ഇവനോണ്ട് കുറച്ചുകൂടി താത്തണം കേട്ടോ. ഇതുകൊണ്ടൊരു 10 മിനിറ്റ് നേരം കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻ്റെ അമ്മ താന്ന് പോണ് കണ്ട, വെറുതെ ആക്കുമ്പോൾ താന്ന് പോകണേ. മണ്ണെടുക്കുക, ഒരു ചട്ടി എടുക്കട്ടെ, അല്ലെങ്കിൽ കല്ലും അല്ല കല്ലും മണ്ണല്ല കൈ മണ്ണ് വരും. നഖത്തിനുള്ളിലേക്ക് മണ്ണ് കയറും. ചട്ടി എടുത്തിട്ട് വരാം. ഇതാണ് നമ്മുടെ കയ്യിലത്തെ എളാങ്ക്. കണ്ട, ഇത് വളരെ ഇതാണ്. ഇത് പണ്ട് ഭയങ്കര സംഭവമായിരുന്നു. നല്ല വലിപ്പമുണ്ടായിരുന്നു. ഇത് ഇത്രയ്ക്ക് വലിപ്പമുണ്ടായിരിക്കും. ഭയങ്കര കന തന്നെ. പക്ഷേ അന്ന് ഇത് വലുതായിരുന്നു. അന്ന് നമുക്ക് അച്ചാച്ചൻ കൊണ്ടുവന്നിട്ടുള്ള എളാങ്ക് അത് 1978 78, 79, 1978 നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അച്ചാച്ചൻ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ, അത് വെല്ലിച്ചൻ്റെ വീട്ടിലായിരുന്നു അച്ചാച്ചൻ. വെല്ലിച്ചൻ്റെ വീട്ടിൽ നിന്ന് അച്ചാച്ചൻ ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള 2 സാധനങ്ങളായിരുന്നു. ഒന്ന് ഇത്, 3 സാധനങ്ങൾ കൊണ്ടുവന്നിട്ടായിരുന്നു. ഇത് ഈ എളാങ്ക്, കട്ടപ്പാര, പിന്നെ ഒരു രാമായണത്തിൻ്റെ ബുക്ക്, പിന്നെ വടക്കമ്പാട്ടില്ലേ പണ്ടത്തെ, അതിൻ്റെ ഒരു ബുക്ക് പണ്ടത്തെ. അപ്പോൾ ഞാൻ വടക്കമ്പാട്ടൊക്കെ നന്നായിട്ട് പാടുമായിരുന്നു, വായിച്ച് കളിപ്പിക്കുമായിരുന്നു അച്ചാച്ചനെ. അച്ചാച്ചൻ കസാരയിൽ കസാരയുണ്ട്, മറ്റേ ഈ തുണിയിൽ ചാരി വെക്കണം, മറ്റേ കോല് വെച്ചിട്ടുള്ളതില്ലേ, അതിൽ ചാരി കിടക്കും. നമ്മൾ അടിയിൽ നിന്നിട്ട്
വടക്കം പാട്ട് ഭയങ്കര രസമായിട്ട് നമ്മൾ പാടുമായിരുന്നു. ഇപ്പോൾ ഒന്നും അത് ഓർമ്മയില്ലേ എന്തെല്ലാം ഇത്. അപ്പോൾ അന്ന് കൊണ്ടിട്ടുള്ള ഈ ഇതാണ് കട്ടപ്പാരയാണിത്. ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നമുക്ക് കറണ്ട് കിട്ടുന്ന ടൈം ഇലക്ട്രിസിറ്റിക്കാർ വന്നിട്ട് കാല് കുത്തണം, അത് പോസ്റ്റിനുള്ള കാല് കുത്തണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവർ കുത്തില്ല, നമ്മൾ കുഴി കുത്തി വയ്ക്കണം, അവർ കാല് കൊണ്ടുവന്ന് വന്ന് കുഴിച്ചിടും. അങ്ങനെയാണ് പരിപാടി. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് 2 പോസ്റ്റ് അന്ന് വേണ്ടിയിരുന്നു. 2 പോസ്റ്റ് നമുക്ക് വേണ്ടിയിരുന്നു റോട്ടിൽ നിന്നേ കറണ്ട് കിട്ടുന്ന ടൈം. അന്ന് ഈ മറ്റേ ഈ തെങ്ങിന് ഇതിനൊക്കെ മറ്റേ കൃഷിക്കുള്ള കൂടിയിട്ടുള്ള ഒരു മോട്ടറും വയ്ക്കണം. അപ്പോൾ 3 ഫേസ് കണക്ഷൻ വേണം. അപ്പോൾ അവർ പറഞ്ഞ് കാല് നന്നായി, അല്ലെങ്കിൽ കാല് നന്നായിട്ട് കുഴി നന്നായിട്ട് കുത്തണം. അപ്പോൾ അവർക്കൊരു മിനിമം കുഴി കുത്തുന്നതുണ്ട്. അന്ന് ഈ കട്ടപ്പാര കൊണ്ടാണ് കൂടുതൽ താത്തിയത്. ഭയങ്കര കാടക്കണ്ണം പോലത്തെ ഇതായിരുന്നു നമ്മുടെ അവിടെ. അപ്പോൾ അച്ഛനും നമ്മുടെ ചേട്ടന്മാരും നമ്മളെല്ലാവരും കൂടിയിട്ട്, ഞങ്ങൾക്ക് ചെറുതാണ്, എല്ലാവരും കൂടി കുത്തി. അന്നാണിത് ഈ ഏളാങ്ക് ഏറ്റവും ഉപയോഗപ്പെടുത്തിയത്. എന്നിട്ട് ഇലക്ട്രിസിറ്റിക്കാർ അവർ വന്നിട്ട് നോക്കിയപ്പോൾ കുഴി കണ്ടിട്ട് അവർ ഞെട്ടിപ്പോയി. കാരണം ഒരാൾക്ക് ഇറങ്ങി നിൽക്കാൻ കുഴിയില്ല, അത്രയ്ക്ക് വലിയ കുഴി കുത്തി കൊടുത്തത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ഇപ്പോൾ കിട്ടില്ലോ എന്നുള്ളൊരു സന്തോഷത്തിൻ്റെ ഭാഗം കൂടിയിട്ടായിരിക്കും കിട്ടുക. ചിലപ്പോൾ നമ്മൾ വലിയ ആവേശത്തോടെ കുഴി നീ അതിൻ്റെ പേരിൽ കുഴി കുറഞ്ഞതിൻ്റെ പേരിൽ അവർ കാലിടാണ്ട് പോകണ്ട, കറണ്ട് തരാണ്ട് പോകണ്ട എന്ന് ചോദിച്ചിട്ട് അന്ന് വലിയ കുഴി കുത്തി. അന്ന് ഇതിപ്പോൾ എത്ര കൊല്ലം ഈ ഏളാങ്കിൻ്റെ പ്രായം എന്ന് ആലോചിക്കാമല്ലോ. ഈ ഏളാങ്ക് ഏകദേശം ഒരു അച്ചാച്ചൻ മരിച്ചിട്ട് ഇപ്പോൾ 1978 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 53 കൊല്ലം അല്ലേ, 53 കൊല്ലമായില്ലേ, 53 കൊല്ലം. 1978 അല്ലേ, 48 കൊല്ലം അല്ലേ, 45 2 47 48 കൊല്ലം. 47 കൊല്ലം അച്ചാച്ചത് കൊണ്ടുവരുമ്പീൻ്റെ. പിന്നെ ഇതിൻ്റെ പ്രായം അതിന് മുന്നും ഉണ്ടാവില്ലോ. അപ്പോൾ ഒരു 50 വയസ്സ് ഏറ്റവും കുറവ് പിന്നെ ഉണ്ടാവും. അപ്പോൾ ഒരു 50കാരനും പിന്നെ ഞാനും തേഞ്ഞ് ഇതുവരെയായിട്ട് അതിനെ കളഞ്ഞിട്ടില്ല. ഈ ഒരു കുഴി കുത്തിയിട്ട് ഇപ്പോൾ ഈ കാല് എനിക്ക് എടുത്തു വയ്ക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള ഒരാൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാല് എനിക്ക് തന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും, നല്ലൊരു കട്ടപ്പാര ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞാൽ ഈ സാധനം ഉണ്ടെങ്കിൽ ഈ കാല് ഇതിൽ കൊണ്ടുവന്ന് വെക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് പരീക്ഷ നോക്കാം. ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം വെച്ചാൽ ബുദ്ധിമുട്ടിയിട്ട് നമുക്ക് തന്നെ അതിൻ്റെ വേദന വന്നു കഴിഞ്ഞാലേ പിന്നെ ചിലപ്പോൾ തണ്ടലിനൊക്കെ വിലക്കം വരും, അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു പരീക്ഷണാർത്ഥം ഞാൻ നോക്കി നോക്കും. അല്ലെങ്കിൽ പിന്നെ ഉച്ചകഴിഞ്ഞ് എല്ലാവരും ഇവരൊക്കെ വന്നിട്ട് ഈ കാലെടുത്ത് വയ്ക്കാൻ തോന്നുന്നു. അയ്യോ ഇത് പറ്റും തോന്നില്ല കേട്ടാ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ചെണ്ടുമല്ലി നട്ടിട്ടുണ്ട് കണ്ട, ആ ചെണ്ടുമല്ലിയുടെ മോളിയോടെ ഇവൻ പോവും എന്നാണ് തോന്നുന്നത്. നോക്കിയോട്ടെ, ഇവിടെ ചേരപ്പാമ്പുണ്ട് ഈ ഇതിൽ. ഇത് ഏലേ ഇതൊരു കാര്യം ചെയ്യേണ്ടി വരും. ഒരാളാങ്ക് ഒറ്റയ്ക്ക് പറ്റില്ല, ഒരാൾ അപ്പോൾ ഇത് പൊക്കി വയ്ക്കാൻ വേണം. ഇതടിയിൽ ഇതിങ്ങനെ പൊക്കുമ്പോൾ ഒരാൾ ഇവിടെ താങ്ങ് കൊടുക്കാൻ വേണം. അല്ലെങ്കിൽ വേണ്ട. വേണ്ട, പോട്ടെ. പറയാൻ പറ്റില്ല, ചിലപ്പോൾ എന്നെ കൊണ്ട് കഴിയും, അസാധ്യമായി ഒന്നുമില്ല. ഇന്നാള് ഇടുക്കിയിലത്തെ ഒരു പെൺകുട്ടി, എത്ര വയസ്സാണ്, 10-20 വയസ്സല്ല, ഭയങ്കര വൈറലായിട്ടുള്ളത്. അവൾ തടി വണ്ടി ഓടിപ്പിക്കും, തടി ലോറി, ഭർത്താവിന് തടി ലോറി, ചെറിയ ലോറിയുണ്ട്, അതിൽ അവർ മരം മുറിക്കും, തടി ലോറിയിൽ കയറ്റും, ഡ്രൈവ് ചെയ്യും, കുറേ കഴിവുള്ളൊരു പെൺകുട്ടി. എന്നിട്ടാ ആ പെൺകുട്ടി പേര്
മറന്നുപോയി. അയ്യോ, ഇത് എനിക്ക് എടുത്തു വയ്ക്കാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒടിയാൻ പാടില്ലല്ലോ. കൈ സ്ലിപ്പാവുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇവനെ കടന്ന്, അതായത് നമ്മൾ ഇവരെ കടന്നു. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടാ. ഈ കാര്യം ചെയ്യാം, എളാങ്കോണ്ട് അച്ചാച്ചൻ്റെ എളാങ്കം ഉപയോഗിക്കാം. നീങ്ങണ്ട് കേട്ടാ. ഒരു കാര്യം ചെയ്യാം, ഇവനെ നമ്മൾ ഇവിടെ എങ്ങനെയാണ് വെച്ചിട്ടുണ്ട് കേട്ടാ. താങ്ങ് ഈ സാധനം കാലുകളൊക്കെ അവിടെ ആയിരുന്നില്ല. അവിടെ നിന്ന് 4 പേര് കൂടിയിട്ടാണ് നമ്മുടെ ഈ വഴിയിൽ അവിടെ കൊണ്ടുവന്ന് അന്ന് പിടിച്ച് വെച്ചത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ 4 പേര് കൂടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് പിടിച്ചതെന്ന് തോന്നുന്നു. അണ്ണനും കിണ്ണനൊക്കെ കൂടിയിട്ട്. ശരിക്കേ ഇവിടേക്ക് വരണം, ഇതിലേക്ക് വരണം. കണ്ട, ഇങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് പൊക്കണം. ആ കോഴി നിലവിളിക്കിൻ്റെ അവിടെ കിടന്നിട്ട് അങ്ങനെ ഇനി പൊക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല ഈ സാധനം പൊക്കാൻ. അമ്മേ, ഒരു ചരിത്രം പറഞ്ഞു. ഇനി പടക്കം പൊട്ടുണ്ടല്ലോ അവിടെ. കല്ലിടണം ഇതിൻ്റെ ഇടയിലേ, അല്ലെങ്കിലേ നിൽക്കില്ല. ഇതിൽ കല്ലിടണം. പടക്കം പൊട്ടുന്നില്ല, പെരുന്നാളാവും. കപ്പേള അല്ല, അതല്ല ഞാനിവിടെ കേളാങ്കല്ലേ, ഇതിനെടുക്കാം. ഇതേപ്പോ കല്ലൊക്കെ ഇട്ട് ഇടാ അതിടാ. അതേ, സരിത കാണുമ്പോൾ അത്ഭുതപ്പെടും എങ്ങനെ എടുത്ത് വെച്ചു എന്ന്. അവൾ പറഞ്ഞിട്ടുള്ളത് ഇത് ഒറ്റയ്ക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞു കൊടുത്ത്. വല്ല വിലക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇടയിൽ കല്ലിടാം. പറയാൻ പറ്റില്ലേ, ഒരു ആവേശത്തിന് കിണറ്റി ചാടി കഴിഞ്ഞിട്ട് പിന്നെ 100 ആവേശം ഉണ്ടെങ്കിൽ കിണറ്റിൽ നിന്ന് ഒറ്റയ്ക്ക് കയറാൻ പറ്റില്ലെന്ന് പറയില്ലേ, ആ പരിപാടിയാണ്. നമ്മൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്. സ്ഥിരമായിട്ട് ചെയ്യണവരാണെങ്കിൽ, നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതല്ലേ, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ ഇഷ്ടികൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തേയും ഒന്നും തള്ളൽ വരില്ലേ. ഈ വഴിയിൽ നിറയെ ഇങ്ങനത്തെ ഇഷ്ടികളും കല്ലുകളൊക്കെയാണ്. ഇത് ഞാൻ കുത്തി അളക്കേണ്ട ആവശ്യമില്ല, ഇതേ ഇവിടെ ഇഷ്ടം പോലെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ വീട് പണിയുമ്പോൾ ഓരോ പൊളിച്ച് പണിയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ.
ഇനി ഇവ അവിടെ നിന്നോളും. ഓ അങ്ങനെ എൻ്റെ ഫസ്റ്റ് ദൗത്യം വിജയിച്ചു. ഞാൻ കൈക്കൊണ്ടെടുക്കട്ടെ. കൈക്കൊണ്ടെടുത്തിട്ട് ചുറ്റത്തിന് മണ്ണ് കൂട്ടിയതാ. അത്ഭുതകരം. എൻ്റെ കൈക്കൊണ്ടെടുക്കട്ടെ. കടക്കിലേ ഇത്തിരി മണ്ണിട്ട് ഇതിപ്പോൾ ചെയ്തുകൊണ്ടിപ്പോൾ എനിക്ക് ശരീരത്തിന് വലിയ വിലക്കം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഒന്നും വന്നിട്ടില്ല. വളരെ ഈസി ആയിട്ടാണ് നമ്മളിത് ചെയ്തത്. ഞാനിത് കാല് കുഴിക്കുമ്പോൾ കുഴി കുത്തുമ്പോൾ കോക്കിനല്ലേ ആരും കോക്കിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കാലൊന്ന് എനിക്ക് എടുത്തുനിന്ന് വെച്ച് തരാൻ നിങ്ങൾ 3 പേര് കൂടി വന്നോളാം പറഞ്ഞാൽ അവൻ്റെ പണിക്കാരും കൂടിയിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്, മരം വെട്ടുകാർ. അപ്പോൾ അവൻ വരാമെന്ന് പറഞ്ഞ് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഇപ്പോൾ വിളിക്കേണ്ടി വന്നില്ല. കണ്ടാ ഉഷാറായി കാല്. ഇനി തുറച്ചോളും. ഈ മണ്ണ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായി പിന്നെ അത്യാവശ്യം താഴ്ചയുണ്ടേ. അങ്ങനെ അഭിമാന പുരസ്സരം നമ്മൾ ചെയ്തു. അസാധ്യമായി ഒന്നുമില്ല. സരിത ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരുമോ? ഒരു സെക്കൻഡ് വന്നിട്ട് പോയിക്കോ. സരിത നമുക്ക് ഞെട്ടിപ്പിക്കട്ടെ. അവിടെ ചോദിക്കട്ടെ. അവൾ ചോദിക്കും ആരൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നതെന്ന് ചോദിക്കട്ടെ എന്നോട്. ഇത് എടുത്ത് വയ്ക്കാനായിട്ട് ആരെ ഹെൽപ്പ് ചെയ്തതെന്ന് ചോദിക്കും. ഈ സാധനം പെട്ടെന്ന് പോവാം. നിന്നെ വിളിച്ചതാ? നിന്നെ ഇത് കുളിച്ചിട്ടാ 4 ആള് കാണാൻ കുളിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് എങ്ങനെ എടുത്ത് കൊണ്ടൊന്ന് കുളിച്ചിട്ടപ്പോ അതാ അവിടുന്ന് 2 പേരെ വിളിച്ചു. പോട്ടെ. അല്ല ഇത് എങ്ങനെ ഇവിടെ കുഴി കുത്തി വെച്ചു എന്നുള്ളത് പറയും. കുഴി കുത്തിയത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് എങ്ങനെ ചേട്ടാ ഒറ്റയ്ക്ക് എടുത്തിട്ട് ഇവിടെ വെച്ചേ? ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് വെച്ചു. അവന് ഒരാള് വന്നില്ലേ ഒറ്റയ്ക്ക്? അതെറി മനസ്സിലായില്ലേ? അസാധ്യമായി ഒന്നുമില്ല. ഇനി നീ പോക്കോ. അത് കാണിച്ചു തരാനാണ് വന്നത്. അപ്പം ഞാൻ ഗ്യാപ്പ് നോക്കിയിട്ട് ഇനി ഇത് എടുത്ത് വയ്ക്കണല്ലോ. ഇനി അവിടെ കുറച്ച് ഒരു സ്വല്പം പണിയുണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഇനി നമ്മളെ ആ കാലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഗ്യാപ്പ് നോക്കി വയ്ക്കും. അതിനിപ്പോൾ കാണിക്കണല്ലോ. ഒരെണ്ണം നമുക്ക് പറ്റിയില്ലോ, ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും. ഈ നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നല്ല 4 നാൾ നമ്മൾ ഇവിടെ ചെണ്ടുമല്ലി വെച്ചല്ലോ, ഇവിടെ പൂന്തോട്ടം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തല്ലോ. അപ്പോൾ അവർക്ക് ഞാൻ ചാണം വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പം മഴ കിട്ടി, അവരൊക്കെ ഉഷാറായി. അപ്പം ചാണം വെച്ചിട്ട് മണ്ണിടണം. അപ്പോൾ എല്ലാത്തിനും കടയ്ക്കാൻ തിരിച്ച് ചാണം ഇട്ട് കൊടുക്കും. ചെണ്ടുമല്ലിക്ക് ചാണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വളർച്ച കിട്ടും. ചാണം പിന്നെ നമ്മളതിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഒരു വണ്ടി നമ്മളാക്കി ഇതാക്കിയിട്ടുണ്ടല്ലോ. ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റ്. കാപ്പി കൂടി ഇല്ലിപ്പോൾ, കാപ്പിയൊക്കെ ഒഴിവാക്കി. ഇത് ഇത്ര നാൾ പറഞ്ഞാൽ പോലല്ല. സാധാരണ കാലത്ത് നമ്മൾ കാപ്പി കൂടി ഉപേക്ഷയായി പ്രഖ്യാപിക്കും. ഉച്ചരിഞ്ഞ് അത് തുടരും. ഉച്ചരിഞ്ഞ് കാപ്പി കുടി കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയും ഇനി കാപ്പി കുടിക്കില്ലേ എന്ന് പറയും. ഇത് പിറ്റേ ദിവസം കാലത്ത് കൈക്കോട്ട് കളിക്കുമ്പോഴാവും സരിത ഫോൺ വിളിക്കും. അപ്പോൾ കാലത്തന്നെ അതിരാവിലെ വന്ന് കളിക്കുമ്പോൾ ഇവിടെ വയറ്റൊന്നും ഉണ്ടാവില്ല, പണിയെടുത്ത് പെട്ടെന്ന് ക്ഷീണിക്കും. അപ്പോൾ ശരീരത്തിന് എന്തെങ്കിലും ബലം കിട്ടിക്കോട്ടെ വെച്ചിട്ട് അവിടെ ചോദിക്കും, ഹലോ ഒരു കാപ്പി എന്ന് പറഞ്ഞു. ഹലോ എന്ന് വിളിച്ചിട്ട് ഒരു കാപ്പി കൊണ്ടുവന്നാലോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും കൊണ്ടുവരാൻ പറയും. ഇതാണ് സംഭവിക്കുന്നത്. അന്നേരം ഇവിടെ കുടി കഴിഞ്ഞപ്പോൾ പറയും ഉപേക്ഷിച്ചു ഈ പരിപാടി.
ഉച്ചരിഞ്ഞ് വീണ്ടും. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പം ഇതങ്ങനെയല്ല. ഇപ്പോൾ ഒരു 5 ദിവസമായിട്ട് ഞാൻ ചായയും കാപ്പിയും കുടിക്കുന്നില്ല, മധുരം ഒഴിവാക്കി. തന്ദന